അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാണ്. അപ്പോൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അബ്ദൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പാണ്. എങ്ങനെ നമുക്കൊരു ബിരിയാണി റെഡിയാക്കാം. ബിരിയാണി ഫുള്ളായിട്ടൊന്നുമില്ല, അപ്പം ബിരിയാണിക്ക് മെയിനായിട്ട് അതിൻ്റെ മസാല റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ബിരിയാണിക്ക് എങ്ങനെ മസാല റെഡിയാക്കാം, എങ്ങനെ ചിക്കൻ പൊരിക്കാം, ചിക്കൻ എങ്ങനെ മസാല ഇടാം എന്ന് അടങ്ങിയൊരു ചെറിയൊരു വീഡിയോ. ആ വീഡിയോ നിങ്ങളെല്ലാവരും മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. ഇതുപോലെ ഒരു മസാല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അബ്ദൂസ് KDV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അബ്ദൂസ് KDV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഈ വിവരം എത്തിക്കുക. അബ്ദൂസ് KDV എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരിലും എത്തട്ടെ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് മസാല ഇടുകയാണ്. ആ മസാല ഇടണേന് ഇത് ആദ്യത്തെ കഴുകി വെച്ച കോഴിയുടെ കാല് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാല് കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡറാണ് ഇടുന്നത്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്ത് മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കോഴി പൊരിച്ചെടുക്കണം. പിന്നെ ചിക്കൻ്റെ മസാല റെഡിയാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി ബിരിയാണി മസാല റെഡിയാക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 1.5 സവാള, ഒരു 20 ചെറിയുള്ളി, അതുപോലെ തന്നെ 6 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, 2 തണ്ട് കറിവേപ്പില. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കഴിഞ്ഞ് പിന്നെ കാശ്മീർ ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞാൽ പിന്നെ 1 ടീസ്പൂണ് ജീരകം, വലിയ ജീരകം, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, അതുപോലെ ഒരു പട്ട, 4 ഏലക്കായ, പിന്നെ അതുപോലെ ഗ്രാമ്പു ഒരു 5-8 പിന്നെ അതിലേക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ 4 ടീസ്പൂൺ സൺഫ്ലവറും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലവണ്ണം അരച്ച് എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണിൻ്റെ മസാല എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് കൂടി നോക്കാം. ഇനി നമുക്ക് ഒരു 4 സവാള എടുത്തിട്ട് പൊരിച്ച് വെക്കണം. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, പുതിന ഇവ കൂടി എണ്ണയിലിട്ട് പൊരിച്ച് എടുത്ത് വെക്കുക. ഇത് എടുത്ത് റെഡിയായ ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ചിക്കൻ്റെ പൊരിക്കുന്നത് അങ്ങനെ ചിക്കൻ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ പീസായിട്ട് എല്ലാ ചിക്കനും നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ആ മറിച്ചിട്ട് അതുപോലെ ഒരു 5 മിനിറ്റ് എണ്ണയിലിട്ടിട്ട് നമുക്ക് ചിക്കൻ കോരി മാറ്റാം. പിന്നെ നമുക്ക് ചിക്കൻ യഥാർത്ഥ മസാലയിലിട്ടിട്ട് ഒന്നും കൂടി നമ്മൾ വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിക്കൻ അധികം പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ആ മസാല ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് അടുത്തത് ബിരിയാണി മസാല റെഡിയാക്കുകയാണ്. അതിലേക്ക് ആവശ്യമായ 2 പട്ട, ഒരു 6 ഏലക്കായ, 10 ഗ്രാമ്പു, 3 ബേ ലീഫ് ഇതിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു 4 തക്കാളി അരിഞ്ഞ് വെച്ചത് അതും ഇതിലിട്ട് യോജിപ്പിക്കുക. നല്ലവണ്ണം മിക്സാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 6 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നീളക്കത്തിൽ തന്നെയാണ്, കഷ്ണാക്കാത്ത പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലവണ്ണം വഴറ്റുക. ഈ വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ച മസാല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ മസാല നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ മിക്സി കഴുകിയ ഒരു വെള്ളം കുറച്ചുണ്ടാവും, അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതും ഇളക്കി നല്ലവണ്ണം മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. ആ ചിക്കനും ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടാതെ പോയൊരു സാധനം ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
ഉപ്പും ഇട്ട് നല്ലവണ്ണം മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അടച്ച് വെച്ച് വേവിക്കാം. വാ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. സൂപ്പർ മസാലേന്. നിക്ക് പോകല്ലേ, ഒരു 2 സാധനം കൂടി മസാലക്ക് റെഡിയാക്കാനുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് തൈരിട്ട് കൊടുക്കണം. ആ തൈരിട്ടതിന് ശേഷം തൈരിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ആ ഉള്ളി അതും കൂടി ഈ മസാലയിലിട്ട് മിക്സാക്കി കൊടുക്കണം. ഇത് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. മസാലൻ്റെ എല്ലാ പരിപാടിയും റെഡിയായി. അപ്പോൾ ഇത്രയും സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ഒരു ബിരിയാണി മസാല, ഇതാണ് നമ്മുടെ അബ്ദൂസിൻ്റെ ബിരിയാണി മസാല. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മിടുന്നതാണ്. ദമ്മിടൽ ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമാണ്, അതുകൊണ്ട് അധികം കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഇനി നമുക്ക് ഒരു ലെയർ ചോറ് ആ മസാലൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, അതുപോലെ മല്ലിച്ചപ്പ്, പുതിന, ഈ 3 സാധനം കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കളറിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്ത് അടുത്ത ലെയർ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ കളറിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. മഞ്ഞ കളർ, ബിരിയാണിക്ക് മഞ്ഞ കളർ വരാനുള്ള വെള്ളമില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിൽ നെയ്യ് ഒഴിക്കണില്ല, നമ്മൾ നെയ്യ് കുറച്ച് കുറവാണ് യൂസ് ചെയ്യൽ, അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ദമ്മിടുക. ഇത്ര സിമ്പിളാണ് ദമ്മിടുന്ന പരിപാടി. അതിന് ഇനി നമുക്ക് അടുത്തത് ഒരു ഫ്രൈ പാൻ നല്ലവണ്ണം നല്ല ചൂടിൽ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ആ ഫ്രൈ പാൻ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി ചെമ്പ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഇത്ര സിമ്പിളാണ്. ഒരു 15 മിനിറ്റ് ലൈറ്റ് തീയിൽ ദമ്മിടുക. ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദമ്മ് പൊട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിരിയാണീൻ്റെ ഈ പ്രൊസീജിയർ. അപ്പോൾ എല്ലാവരും കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അബ്ദൂസ് KDU എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.